വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് 6th മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എക്സ്പ്ലെയിൻ എ ബാർ ഡയഗ്രാം ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദി ബാർ ഡയഗ്രാം യൂസിങ് എക്സാമ്പിൾസ്. എക്സ്പ്ലെയിൻ എ ബാർ ഡയഗ്രാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ബാർ ഡയഗ്രാം എന്താണെന്ന് നോക്കാം. എ ബാർ ഡയഗ്രാം ഈസ് എ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ യൂസിങ് റെക്ടാങ്കുലർ ബാർസ്. അല്ലേ, റെക്ടാങ്കുലർ ബാർസ് യൂസ് ചെയ്യാൻ വേണ്ടി ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫിക്കലിനെയാണ് എന്ന് പറയുന്നത് ബാർ ഡയഗ്രാംസ് എന്ന് പറയുക. റെക്ടാങ്കിൾ ബാർ ആയിട്ടായിരിക്കും നമ്മൾ ഡേറ്റകൾ ഗ്രാഫിക്കൽ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. അതിനാണ് ഇത് പറയുന്നത് ബാർ ഡയഗ്രാം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. Bar diagrams are widely used in statistical to compare quantities across different categories. വിവിധ കാറ്റഗറീസിലുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സിൽ വൈഡായി ഉപയോഗിക്കുന്ന ഒരു ഡയഗ്രാംസ് ആണെന്ന് പറയുന്നത് ബാർ ഡയഗ്രാംസ് എന്ന് പറയുക. ടൈപ്സ് ഓഫ് ബാർ ഡയഗ്രാംസ് വിത്ത് എക്സാമ്പിൾസ്. ടൈപ്സ് ഓഫ് ബാർ ഡയഗ്രാം ഉണ്ട്, അതിന് ഓരോ എക്സാമ്പിളും കൂടിയാണ് നമ്മളിനി എൻ്റർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, സിമ്പിൾ ബാർ ഡയഗ്രാം എന്താ നോക്കാം. സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് ഇറ്റ് ഷോസ് എ സിംഗിൾ വാല്യൂ ഫോർ ഈച്ച് കാറ്റഗറി. അല്ലേ, സിമ്പിൾ ബാർ ഡയഗ്രാമത്തിൽ എന്താണ് ഓരോ കാറ്റഗറിയും എന്താണ് സിംഗിൾ വാല്യൂ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഷോ ചെയ്യുക. ഇതിനാണ് സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുക. അല്ലേ, എക്സാമ്പിളായി നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 4 ക്ലാസ്സസ്. കോളംസ് നമുക്ക് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് കോളം നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ക്ലാസ് A, B, C, D. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 30, 45, 40, 35. എ സിമ്പിൾ ബാർ ഡയഗ്രാംസ് വിൽ ഹാവ് 4 ബാർസ്. ഇല്ലേ, നമുക്കറിയാം എത്ര ക്ലാസ് ആണുള്ളത്, 4. അപ്പം എന്താണ് 4 ബാർസ് ആണ് വരുന്നത്. 1 ഫോർ ഈച്ച് ക്ലാസ്. ഓരോ ബാറും എന്താണ് ഈച്ച് ക്ലാസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലേ, ഈച്ച് ക്ലാസ് A ഒരു ക്ലാസ്, B മറ്റൊരു ക്ലാസ്, C വേറൊരു ക്ലാസ്, D ലാസ്റ്റ് ക്ലാസ്. അല്ലേ, വിത്ത് ഹൈറ്റ്സ്. എൻ്റെ ഹൈറ്റ് എത്രയാണ് വരുന്നത്, 30, 45, 40 ആൻഡ് 35 റെസ്പെക്റ്റീവ്. ഈ ക്രമത്തിലാണ് അവിടെ ഹൈറ്റ്, നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുക. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്നൊക്കെ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ 2 or more സെറ്റ്സ് ഓഫ് ഡേറ്റ സൈഡ് ബൈ സൈഡ് ഫോർ ഈച്ച് കാറ്റഗറി. ഓരോ കാറ്റഗറിയിലും ഡേറ്റയുടെ സൈഡ് ബൈ സൈഡിലെ 2 or more സെറ്റ് ഡേറ്റകളെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാംസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എക്സാമ്പിൾ നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ, മാർക്സ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ 3 സബ്ജക്ട്സ്. 3 സബ്ജക്റ്റിലെ ബോയ്സിനും ഗേൾസിനും മാർക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് കോളം നമുക്ക് പറയാം സബ്ജക്റ്റ്. അല്ലേ, സെക്കൻഡ് കോളം ബോയ്സ്, തേർഡ് കോളം ഗേൾസ്. സബ്ജക്ട്സ് ഏതൊക്കെയാണ്, മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്. ബോയ്സിൻ്റെ നോക്കിക്കേ, മാത്സിന് എത്രയാണ് 80, സയൻസ് എത്രയാണ് 70, ഇംഗ്ലീഷ് എത്രയാണ് 75. ഗേൾസിൽ മാത്സിന് 90, സയൻസ് 85, ഇംഗ്ലീഷ് 80. ഈച്ച് സബ്ജക്റ്റ് വിൽ ഹാവ് 2 ബാർസ്. ഇതിൽ എത്ര ബാർസാണ്, ഫസ്റ്റ് ബോയ്സിൻ്റെ ബാറിനും സെക്കൻഡ് ഗേൾസിൻ്റെ ബാറുമാണ് വരുന്നത്. സൈഡ് ബൈ സൈഡ് 1 ഫോർ ബോയ്സ് ആൻഡ് 1 ഫോർ ഗേൾസ്. ഒരു ബാർ ഏതാണ് ബോയ്സിൻ്റെയും മറ്റൊരു ബാർ ഏതാണ് ഗേൾസിൻ്റെയുമാണ്. നെക്സ്റ്റ് സി, സബ് ഡിവൈഡഡ് അല്ലെങ്കിൽ കമ്പോണന്റ് ബാർ ഡയഗ്രാം എന്നൊക്കെ പറയാം. ഈച്ച് ബാർ ഈസ് ഡിവൈഡഡ് ഇൻ ടു എലമെൻറ്റ്സ് ഷോയിങ് ദി കമ്പോണൻസ് ഓഫ് ദി ടോട്ടൽ വാല്യൂ. ടോട്ടൽ വാല്യൂവിനെ അവിടെ കമ്പോണൻസിനെ സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന, ഓരോ ബാറിനെയും സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അല്ലേ, ഇതിനെ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാംസ് എന്നാണ് പറയുക. ഓരോ ടോട്ടൽ വാല്യൂവിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്ന ടോട്ടൽ സെഗ്മെൻറ്റ്സ് എത്രയാണോ ടോട്ടൽ, അതിന് ഓരോ സെഗ്മെൻറ്റ്സായി ഡിവൈഡ് ചെയ്ത് ഈ ഓരോ ബാറും അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇത് സിമ്പിൾ സബ് ഡിവൈഡ്. അപ്പോൾ ഒരു ബാർ എടുക്കുമ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് കമ്പോണൻസായി കാണിക്കുന്ന ടോട്ടൽ വാല്യൂവിനെയാണ് ഇത് പറയുന്നത് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, മന്ത്ലി എക്സ്പെൻസസ് ഓഫ് എ ഫാമിലിയിലെ മന്ത്ലി എക്സ്പെൻസ് നോക്കാം. ഫസ്റ്റ് കോളം കാറ്റഗറി, സെക്കൻഡ് കോളം റെൻറ്റ്, തേർഡ് കോളം ഫുഡ്, നെക്സ്റ്റ് കോളം എഡ്യൂക്കേഷൻ, നെക്സ്റ്റ് കോളം അതേഴ്സ്, ലാസ്റ്റ് കോളം ടോട്ടൽ.
ജാനുവരി മാസത്തെയാണ് തന്നിരിക്കുന്നത്. ജാനുവരിയിൽ റെൻറ്റ് 2000, ഫുഡ് 3000, എഡ്യൂക്കേഷൻ 1500, അതേഴ്സ് 1000, ടോട്ടൽ എത്രയാണ് 7000, ടോട്ടൽ വരുന്നത് 7500 ആണ്. നോക്കുക, എ സിംഗിൾ ബാർ ഓഫ് ഹൈറ്റ് ഈസ് ഡിവൈഡഡ്. ഈ ബാറിൽ ഹൈറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇൻ ടു പാർട്സ് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? നമുക്കറിയാം റെൻറ്റ് എത്രയാണ് 2000, ഫുഡ് 3000, എഡ്യൂക്കേഷൻ 1500 ആൻഡ് അതേഴ്സ് 1000. ഇങ്ങനെയായിട്ടാണ് നമ്മൾ സിംഗിൾ ബാറിനെ അവിടെ ഹൈറ്റിൻ്റെ ബേസിൽ നമ്മൾ പാർട്ടായി ഡിവൈഡ് ചെയ്യുന്നത്. ഡി പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം നോക്കാം. ഈച്ച് ബാർ ഹാസ് ദി സെയിം ഹൈറ്റ് ബട്ട് ഈസ് ഡിവൈഡഡ് അക്കോർഡിംഗ് ടു ദി പെർസെൻറ്റേജ് ഓഫ് കമ്പോണൻസ്. നോക്കാം, പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം അല്ലേ. പെർസെൻറ്റേജ് എപ്പോഴും നമ്മൾ എന്തിലാണ് കാൽക്കുലേറ്റ്? 100. അപ്പോൾ പെർസെൻറ്റേജ് എന്ന വാക്ക് തന്നെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം എന്ത്? 100 ഇല്ലേ? അങ്ങനെയല്ലേ വേണ്ട കുട്ടികളെ? അപ്പോൾ എന്താണ് പെർസെൻറ്റേജ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഓരോ കുട്ടിയുടെ ഓരോ സ്റ്റുഡൻസിൻ്റെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? പെർസെൻറ്റേജ് ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ബൈ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കമ്പോണൻസ് പെർസെൻറ്റേജ് ഡിവൈഡ് ചെയ്യുന്ന സെയിം ഹൈറ്റ് ആണ്. ഹൈറ്റിന് നമ്മൾ ഈച്ച് ബാറിന് നമ്മൾ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുകയാണ്? പെർസെൻറ്റേജിൽ നമ്മൾ കമ്പോണൻസായി പാറ്റേൺ ചെയ്യുന്നതിനാണിത് പറയുന്നത് പെർസെൻറ്റേജ് ബാർ ഡയഗ്രാംസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, എക്സ്പെൻഡിച്ചർ പാറ്റേൺസ്, ദാറ്റ്സ് പെർസെൻറ്റേജ് ഓഫ് ടു ഫാമിലീസിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസ് ആണ് അല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് 3 കോളംസ് ആണ് തന്നെ. ഫസ്റ്റ് കോളം കാറ്റഗറി ഇല്ലേ? ഏത് കാറ്റഗറിയിൽ ഏത് ഐറ്റത്തിലാണ് വരുന്നത്? സെക്കൻഡ് കോളം ഫാമിലി എ, അവിടെ പെർസെൻറ്റേജ് ആണ് തരുന്നത്. ഫാമിലി ബി പെർസെൻറ്റേജ്, ഫുഡ്, റെൻറ്റ്, എഡ്യൂക്കേഷൻ, അതേഴ്സ്. ഫാമിലി എയിൽ 40, 25, 20, 50. ഫാമിലി ബിയിൽ 30, 35, 20, 50. നോക്കുക, 2 bars each 100 units tall are divided into segments representing the representative percentage. നമ്മൾ പെർസെൻറ്റേജ് ഇവിടെ നമുക്ക് എന്താണ്? രണ്ട് ഫാമിലീസ് ആണ്. അപ്പോൾ ഓരോ ഫാമിലി നമുക്ക് എന്താണ്? ഓരോ ബാറായിട്ട് എഴുതുന്നു. അത് ടോട്ടൽ എത്ര? ഒരു ടോളാണ് 100 യൂണിറ്റ്സ് ആണ്. ആ 100 യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പെർസെൻറ്റേജ് അഡോപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഈ ആണ് ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രാം. Bars are drawn horizontally instead of vertically. This is useful when category names are long. അല്ലേ? ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രാംസ് എന്ന് വെർട്ടിക്കലിന് പകരം നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ബാർ വരയ്ക്കുന്നത്? ഹൊറിസോണ്ടലായി വരയ്ക്കുന്ന ബാറിനെയാണ് ഇത് പറയുന്നത് ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രാം എന്ന് പറയുക. ഇത് നമ്മുടെ കാറ്റഗറി എങ്ങനെയായിരിക്കും യൂസ്ഫുൾ? ലോങ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നോക്കുക, ഫസ്റ്റ് സിറ്റി, സെക്കൻഡ് കോളം എന്താണ്? പോപ്പുലേഷൻ. സിറ്റി നോക്കിയേ, എ മുതൽ ABCDE വരെയുണ്ട്. പോപ്പുലേഷൻ നോക്കിയേ, സിറ്റി എയിൽ 10 lakhs, സിറ്റി ബിയിൽ 15 lakhs, സിറ്റി സിയിൽ 12 lakh, സിറ്റി ഡിയിൽ 18 lakh, സിറ്റി ഇയിൽ 14 lakhs. നോക്കുക, ദ ബാർസ് എക്സ്റ്റെൻഡഡ് ഹൊറിസോണ്ടലി ഫ്രം ദി Y axis. Y ആക്സിസിൽ നിന്നാണ് നമ്മൾ എന്താ പറയുക? കൊറസോണ്ടായിട്ട് ബാർ അഡോപ്റ്റ് ചെയ്യുക. ഇതിനെയാണ് ഇത് പറയുന്നത് കൊറസോണ്ടൽ ബാർ ഡയഗ്രാം എന്ന് പറയുക. രണ്ടാമത്തെ തിയറി ക്വസ്റ്റ്യൻസ്. വാട്ട് ആർ റിക്വസിറ്റ്സ് ഓഫ് എ ഗുഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി? സെൻട്രൽ ടെൻഡൻസിലെ നല്ല രീതിയിൽ നന്നായിട്ട് ഗുഡ് മെഷർ ചെയ്യാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ല റിക്വസിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 കോളമായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കുക. 2 കോളമായിട്ടാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്രൈറ്റീരിയൻ, സെക്കൻഡ് എന്താണ്? ഐഡിയൽ ഫീച്ചർ. ആ ക്രൈറ്റീരിയയിൽ വരുന്നതിൻ്റെ ഐഡിയൽ ഫീച്ചർ എന്താണ്? ഫീച്ചേഴ്സ് എന്താണ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് സിംപ്ലിസിറ്റി, വളരെ സിമ്പിളാണ്. അപ്പോൾ ഐഡിയൽ ഫീച്ചർ എന്ന ഈസി ടു കമ്പ്യൂട്ട് ആൻഡ് എക്സ്പ്ലെയിൻ. അത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ ഈസിയാണ്, അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാനും എന്താണ്? ഈസിയാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ക്രൈറ്റീരിയൻ്റെ റെപ്രസെൻറ്റേറ്റീവ്നെസ്. ഐഡിയൽ ഫീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ഓൾ ഡേറ്റ വാല്യൂസ്. റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മൾ ഒരു 10 പേഴ്സൺസ്, ആ 10 പേഴ്സൺസിനെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണെന്ന് പറയാം. ഇവിടെ എങ്ങനെയാണ് എടുക്കുന്നതിൻ്റെ ഫീച്ചർ? ബേസ്ഡ് ഓൺ ഓൾ ഡേറ്റ വാല്യൂസ്. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഡേറ്റകളെ വാല്യൂടെ ബേസ് ചെയ്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുക. ഇതാണത് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് നോക്കാം. മാത്തമാറ്റിക്കൽ യൂസബിലിറ്റി അല്ലേ? മാത്തമാറ്റിക് നമ്മൾ യൂസ്ബിൾ ആണെന്ന് നോക്കാം. അതിൻ്റെ ഫീച്ചേഴ്സ് ഷുഡ് അലൗ
ഫർദർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മറ്റൊരു യൂസസ് ആണെന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ യൂസബിലിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രൽ ടെൻഡൻസി ഉപയോഗിക്കാം. റെസിസ്റ്റൻസ് ടു ഔട്ട്ലൈസിനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഫീച്ചർ എന്നൊക്കെ ഷുഡ് നോട്ട് ബി ഹെവി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വയലൻസിനെ ഹെവി അഫക്റ്റ് ചെയ്യുന്നില്ല എന്ത് ഈ സെൻട്രൽ ടെൻഡൻസി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. നെക്സ്റ്റ് കൺസിസ്റ്റൻസി നോക്കുക. ഷുഡ് ഗീവ് സ്റ്റേബിൾ റിസൾട്ട് അക്രോസ് സാമ്പിൾസ്. നമുക്ക് സ്റ്റേബിളായ റിസൾട്ട് നമുക്ക് സാമ്പിൾസിൻ്റെ സ്റ്റേബിളായ റിസൾട്ട് നൽകാൻ സാധിക്കുന്നുണ്ട് എന്ത് ഈ സെൻട്രൽ ടെൻഡൻസി. അതുകൊണ്ടാണ് കൺസിസ്റ്റൻസി എന്ന് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫൈൻ ഹാർമോണിക് മീൻ ഓഫ് എ സെറ്റ് of data. Discuss the advantages and disadvantages of using the harmonic mean of a measure of central tendency. Measure of central tendencyയിലെ ഹാർമോണിക് മീൻ യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്നും അതുപോലെ ഫസ്റ്റ് നമ്മൾ എന്ത് പറയണം, സെറ്റ് ഓഫ് ഡേറ്റിലെ ഹാർമോണിക് മീൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. നോക്കാം എന്താണ് ഹാർമോണിക് മീൻ. The harmonic mean of a set of data is the reciprocal of the arithmetic mean of the reciprocals of the data values. നമുക്ക് ഡേറ്റ വാല്യൂസിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ അരിത്തമാറ്റിക് മീൻ്റെ സെറ്റ് ഓഫ് വാല്യൂസിനെയാണ് എന്താ പറയുന്നത് ഹാർമോണിക് മീൻ. അപ്പോൾ സെറ്റ് ഓഫ് ഡേറ്റ സെറ്റിലെ ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഡേറ്റ വാല്യൂസിൻ്റെ റെസിപ്രോക്കൽസും എന്ന് പറഞ്ഞാൽ അരിത്തമാറ്റിക് മീൻ ആവറേജസ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. ഡേറ്റ വാല്യൂസിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണെന്ന് പറയുന്നത് ഹാർമോണിക് മീൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ദ ഡേറ്റ വി 4, 5, 6 എങ്ങനെ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് ഹാർമോണിക് മീൻ എക്സും 1/x. എക്സ് ഏതാണ് 4, 5, 6. എക്സ് 1/x ആണ്. 1/4 = 0.25. 1/5 is equal to 0.2. 1/6 is equal to 0.11. 0.1667. The total add ചെയ്യുമ്പോൾ എത്ര വരും, 0.6167. ഹാർമോണിക് n is equal to sigma 1/x. എത്ര നമ്പറുണ്ട്, 3 ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്, 0.6167. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4.866. ഓക്കെ, ഇനി ഹാർമോണിക് മീനിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, എ പോയിന്റ്, യൂസ്ഫുൾ ഫോർ റേറ്റ്സ് ആൻഡ് റേഷ്യോസ്. നമുക്ക് ഹാർമോണിക് മീൻ നമുക്ക് റേറ്റുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, റേഷ്യോസ് ഒക്കെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത് ഹാർമോണിക് മീൻ എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ബി പോയിന്റ്, ടേക്സ് ഓൾ വാല്യൂസ് ഇൻ ടു അക്കൗണ്ട്. എല്ലാ വാല്യൂവിനെയും ടേക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുക. സി പോയിന്റ്, ലെസ് അഫക്റ്റഡ് ബൈ ലാർജ് വാല്യൂസ്. ലാർജ് വാല്യൂസിന് ഒരിക്കലും ചെറിയ രീതിയിൽ മാത്രമേ അഫക്റ്റ് ചെയ്യാറുള്ളൂ. ഡി പോയിന്റ്, മാത്തമാറ്റിക്കലി സൗണ്ട്. ഇത് മാത്തമാറ്റിക്കലിലൂടെയാണ് നമ്മളെന്ത് ചെയ്യുക. നെക്സ്റ്റ്, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഹാർമോണിക് മീൻ. എ പോയിന്റ്, ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് വിത്ത് 0 or നെഗറ്റീവ് വാല്യൂൻസ്. നമ്മൾ ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂൻസ് ഒരിക്കലും യൂസ് വരാറില്ല. അതാണ് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ബി പോയിന്റ്, ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻ്റർപ്രിറ്റ്. ഇതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആൻഡ് കാൽക്കുലേഷൻ ആയതുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ ഇൻ്റർപ്രിറ്റ് ചെയ്യാനും ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ്. സി പോയിന്റ്, സെൻസിറ്റീവ് ടു സ്മോൾ വാല്യൂസ്. സെൻസിറ്റീവായ സ്മോൾ വാല്യൂയിലേക്കാണ് അത് പോവുക അല്ലേ. നമ്മൾ ഹാർമോണിക് കണ്ടുപിടിക്കുന്ന പോലെ സ്മോൾ വാല്യൂ അല്ലേ കിട്ടുന്നത്. അതുതന്നെ അതിൻ്റെ ഡിമെറിറ്റ്സായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഡിപ്പെൻഡ് കോംപ്ലക്സ് കമ്പ്യൂട്ടേഷൻസ് വളരെ കോംപ്ലക്സ് ആണ് അല്ലേ, കണ്ടുപിടിക്കാൻ വളരെ കോംപ്ലക്സ് കാറ്റഗറിയിൽ വരുന്നതാണ് അത് പറഞ്ഞ ഹാർമോണിക് മീൻ എന്ന് പറയാൻ സാധിക്കുന്നു. നെക്സ്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ് 4. എക്സ്പ്ലെയിൻ ജോമെട്രിക് മീനെ എക്സ്പ്ലെയിൻ ചെയ്യുക. നോക്കാം. The geometric mean is a type of average that is calculated by multiplying all the values in a data set and then taking the nth root of the product. അപ്പം നോക്കി എന്താണ് ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ, ജോമെട്രിക് മീൻ ഈസ് എ ടൈപ്പ് ഓഫ് ആവറേജ്. നമ്മൾ അരിത്തമെറ്റിക് മീൻ, മീഡിയൻ മോഡ് ഇതൊക്കെ പഠിക്കുന്നത് ഇതെല്ലാം എന്താണ്, ആവറേജസ് ആണല്ലേ, സ്റ്റാറ്റിസ്റ്റിൻ്റെ ആവറേജസ് ആണ്. അതുകൊണ്ട് തന്നെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്, മറ്റൊരു ടൈപ്പിലുള്ള ആവറേജസ് ആണ്. ദറ്റ് ഈസ് കാൽക്കുലേറ്റ് ബൈ മൾട്ടിപ്ലൈയിങ് ഓൾ ദി വാല്യൂസ്
ഇൻ എ ഡാറ്റ സെറ്റിലെ വാല്യൂവിനെ മൾട്ടിപ്ലൈ ആൻഡ് ദെൻ ടേക്കിംഗ് എന്ത് റൂട്ട് ഓഫ് ദി പ്ലോട്ട്, അതിൻ്റെ എന്ത് റൂട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനെയാണ് എന്ത് പറയുന്നത്, ജോമെട്രിക് മീൻ എന്ന് പറയുക. Advantages of geometric mean. A point best for multiplication data multiplication best ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ജോമെട്രിക് മീൻ. പി പോയിന്റ് നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസിനെ അഫക്റ്റ് ചെയ്യാറില്ല. സി പോയിന്റ് ആക്യുറേറ്റ് ഇൻ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേഷൻസ് ആക്യുറേറ്റ് ആയി ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡ് ജോമെട്രിക് മീൻ. ഡി പോയിന്റ് takes all values into account, അല്ലേ, എല്ലാ വാല്യൂവിനെയും ടേക്ക് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ജോമെട്രിക് മീൻ. എ പോയിന്റ് ഓൺലി ഫോർ പോസിറ്റീവ് വാല്യൂസ്. ഇത് നമുക്കെപ്പോഴും എന്താണ്, നെഗറ്റീവ് വാല്യൂസ് അല്ല കിട്ടുക, പോസിറ്റീവ് വാല്യൂസിലേക്കാണ് നമ്മൾ പോകുക. ബി പോയിന്റ് ഡിഫിക്കൽട്ട് ടു കമ്പ്യൂട്ട് മാനുവലി. നമുക്ക് മാനുവലായി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽറ്റി ആണെന്ന് പറയാൻ സാധിക്കുന്നു. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ആണ് ഫീച്ചർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. ഫസ്റ്റ് നമ്മൾ എന്തെഴുതണം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് എഴുതാം. സ്റ്റാറ്റിസ്റ്റിക്സ് എ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് കളക്ടിങ്, ഓർഗനൈസിങ്, അനലൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് റിസൾട്ടിങ് ഡേറ്റ ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്, അല്ലേ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സയൻറ്റിഫിക് മെത്തേഡാണെന്ന് നിങ്ങൾക്ക് എഴുതാം. പിന്നെ അതെങ്ങനെയാണ്, നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, ലാസ്റ്റ് ഡേറ്റകൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ മേക്ക് ഇൻഫോം ഡിസിഷനെയാണ് എന്ത് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുക. ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫീച്ചറായിട്ട് കോളത്തിലൂടെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായി പഠിച്ച് പിന്നെ കോളത്തിലൂടെയാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് കോളം ഫീച്ചർ, സെക്കൻഡ് കോളം അങ്ങനെ ആ ഫീച്ചർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. ഫസ്റ്റ് പോയിന്റ് ന്യൂമറിക്കൽ ഇൻ നേച്ചർ. ന്യൂമറിക്കലാണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലേ. എങ്ങനെയാണ്, ഡീൽസ് വിത്ത് നമ്പേഴ്സ്. അവിടെ എന്താണ് ന്യൂമറിക്കൽ കൊടുക്കുന്നത്, നമ്പറാണ് ഡീൽസ് ചെയ്യുന്നത്, അല്ലേ, നമ്പറാണ് കാണിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കിയ അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ്. അതിൽ ഫാക്ട്സ് എന്താണ്, അഗ്രിഗേറ്റ് ആണ്. എന്താണ് അതിൻ്റെ, നോട്ട് ബേസ്ഡ് ഓൺ സിംഗിൾ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണോ, അല്ല, എല്ലാ ഡേറ്റകളെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, സ്റ്റഡീസ് അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്, സിംഗിൾ ഒബ്സർവേഷനെ ബേസ് ചെയ്തല്ല, അതുകൊണ്ടാണ് ഫാക്ട്സ് അഗ്രിഗേറ്റ് ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പർപ്പസ് ഡ്രൈവൺ. നോക്കിയേ, കളക്റ്റഡ് വിത്ത് എ ഗോൾ, അല്ലേ. നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഒരു ഗോളാണ്, അച്ചീവ് ചെയ്യുക എന്നതാണ്. ഇതാണ് എന്ത് പറയുന്നത്, പർപ്പസ് നമ്മൾ ഡ്രൈവ് ചെയ്തെടുക്കുക എന്നതാണ് എന്ത് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മറ്റൊരു ഫീച്ചറായി പറയാൻ സാധിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് മൾട്ടിപ്പിൾ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ്. മൾട്ടിപ്പിൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ്, നോട്ട് കോസ്ഡ് ബൈ വൺ റീസൺസ്. ഒരു റീസണും നമുക്ക് എന്ത് ചെയ്യാം, കോസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മൾട്ടിപ്പിൾ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സായി പോയിന്റ് പറയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് യൂസ് ഓഫ് ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, സ്റ്റാറ്റിസ്റ്റിക്സിലാണ് ആവറേജ് കണ്ടുപിടിക്കുക ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കേ. സമ്മറൈസ് ലാർജ് ഡാറ്റ സമ്മറൈസ് ലാർജ് ഡാറ്റ സെറ്റ് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ സാധിക്കുന്നത് എന്ത്, സ്റ്റാറ്റിസ്റ്റിക്സിൽ. അതാണ് യൂസ് ഓഫ് ആവറേജ് എന്ന് പറയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ബേസിസ് ഓഫ് കമ്പാരിസൺ. നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ സാധിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ്, എനേബിൾസ് കമ്പാരിസൺ. എനേബിൾ ആണ് എന്ത്, കമ്പാരിസൺ ചെയ്യാൻ സാധിക്കുക. നെക്സ്റ്റ് ഫോർകാസ്റ്റിംഗ് കേപ്പബിലിറ്റി. നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ്, ഹെൽപ്സ് ഇൻ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി വരാവുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഫീച്ചറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മറ്റൊരു ഫീച്ചറാണ്. നെക്സ്റ്റ് ലിമിറ്റഡ് സ്കോപ്പ് ക്യാൻ ബി മിസ്യൂസ്ഡ്. ലിമിറ്റഡ് സ്കോപ്പാണ്, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, അത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ. യൂണിവേഴ്സലായിട്ട് നമുക്ക് ആപ്ലിക്കബിൾ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ്, യൂസ്ഡ് വേരിയസ് ഫീൽഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. ഇത്രയുമാണ് ഇത് സ്റ്റാറ്റിസ്റ്റിക്സിയുടെ ഫീച്ചറായി എഴുതുക. ഇത് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് നിങ്ങൾ ആദ്യം എഴുതണം. അതിനുശേഷം ഇങ്ങനെ കോളം വരച്ച് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാം. 6th question ആണ് എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ യൂസിങ് സെക്കൻഡറി ഡേറ്റ. നമ്മൾ സെക്കൻഡറി ഡേറ്റ യൂസ് ചെയ്യുമ്പോൾ അതിന് കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ എന്താണ് സെക്കൻഡറി ഡേറ്റ എന്താണെന്ന് പറയണം. സെക്കൻഡറി ഡേറ്റ റെഫേഴ്സ് ദ ഡേറ്റ ദാറ്റ് ഈസ് ഓൾറെഡി കളക്റ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ സംവൺ എൽസ് വിച്ച് ഹാസ്
ഗവൺമെൻറ് റിപ്പോർട്ട്സ്, റിസർച്ച് പേപ്പേഴ്സ്, സെൻസസ് ഡേറ്റ, വെബ്സൈറ്റ് ആൻഡ് ജേണൽ. സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത ഡേറ്റയാണ്, അത് പബ്ലിഷ് ചെയ്യുകയാണ്. അതെങ്ങനെയാണ്? ഗവൺമെൻറ് റിപ്പോർട്ടാകാം, റിസർച്ച് പേപ്പേഴ്സ് ആകാം, സെൻസസ് ഡേറ്റകളായിരിക്കാം, വെബ്സൈറ്റ് ആയിരിക്കാം. ഇതൊക്കെയുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പബ്ലിഷ് ചെയ്യുന്ന രീതിയാണെന്ന് പറയുന്നത് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുക. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡറി ഡേറ്റയുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് ഞാൻ കോളത്തിലാണ്, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കോളത്തിൽ വരച്ചാൽ നിങ്ങൾക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് കോളം ഫാക്ടർ എന്ന് എഴുതി, സെക്കൻഡ് കോളം വാട്ട് എന്താണ് ചെക്ക് ചെയ്യാൻ നോക്കുക. സോഴ്സിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും എന്താണ്? റിലയബിൾ ആണല്ലേ? റിലയബിൾ വിശ്വാസയോഗ്യമാണ് എന്ന് നമുക്ക് ആ സോഴ്സിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പർപ്പസ്, മാച്ച് യുവർ സ്റ്റഡി ഒബ്ജക്റ്റ്. നിങ്ങൾ സ്റ്റഡി ചെയ്യുന്ന ഒബ്ജക്റ്റീവ് തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണെന്ത്? സെക്കൻഡ് ഡേറ്റയുടെ പർപ്പസായി നമുക്ക് പറയാം സാർ. നെക്സ്റ്റ് ഡെഫിനിഷൻ ആൻഡ് യൂണിറ്റ്സ് അല്ലേ? കൺസിസ്റ്റൻറ്റ് വിത്ത് യുവർ കണ്ടസ്റ്റ്. നിങ്ങളുടെ കണ്ടസ്റ്റ് ഇപ്പോൾ എന്ന കൺസിസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ? അതാണെന്ത്? ഡെഫിനിഷൻ യൂണിറ്റ് എന്ന പോയിന്റിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ടൈം പീരീഡ് റീസെൻ്റ് ആയിരിക്കും അല്ലേ? നമുക്ക് ടൈം പീരീഡ് എപ്പോഴും എന്തായിരിക്കും? റീസെൻ്റ് ആയി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ആക്യുറസി, സയൻറ്റിഫിക്കലി കളക്റ്റഡ്. നമ്മളിപ്പോഴും എന്തായാലും എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്യുക? സയൻറ്റിഫിക്കലി കളക്ട് ചെയ്യുന്നത് കൊണ്ട് അത് ആക്യുറേറ്റ് ആണ്. നെക്സ്റ്റ് ആഡിക്വസി, സഫീഷ്യൻ്റ് ആൻഡ് കംപ്ലീറ്റ്. നമ്മൾ സഫീഷ്യൻ്റ് ആയും ചെയ്യണം, അതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് ലാഭമാണോ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല, നമ്മൾ സഫീഷ്യൻ്റ് ആയി ചെയ്യുന്നു, അതുപോലെ തന്നെ കംപ്ലീറ്റ്. ഇതാണ് ആഡിക്വസി എന്ന പോയിന്റ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് കമ്പയറബിലിറ്റി, എക്രോസ് ടൈം ആൻഡ് സോഴ്സ്. ടൈമും സോഴ്സ് നമ്മൾ എക്രോസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? കമ്പയർ അല്ലേ? കമ്പയറബിലിറ്റി, ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു, സോഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് കമ്പയറബിലിറ്റി ചെയ്യാൻ സാധിക്കുന്നുണ്ട് സെക്കൻഡറി ഡേറ്റയിൽ. നെക്സ്റ്റ് മാനിപ്പുലേഷൻ, സെലക്റ്റീവ് റിപ്പോർട്ടിംഗ്. നമ്മൾ മാനിപ്പുലേഷനിലൂടെ ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് കൂടുതൽ ടൈം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യുക കാര്യങ്ങളിലൂടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസ്, explain how measurement of dispersion contribute to understanding and analyzing data more effective. നമുക്ക് എന്താ ചെയ്യുക? നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും ഡേറ്റ അണ്ടർസ്റ്റാൻഡ് അനലൈസ് ചെയ്യുമ്പോൾ മോർ എഫക്റ്റീവ് വരുന്ന ഡിസ്പേഴ്സണിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നോക്കുക. 2 കോളംസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാം. ഫസ്റ്റ് കോളം മെഷർ, സെക്കൻഡ് കോളം ഡിസ്ക്രിപ്ഷൻ. മെഷർ നോക്കിയ റേഞ്ച്, ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂ അല്ലേ? നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തരുന്ന ഡേറ്റയിൽ ഏറ്റവും ഹൈ വാല്യൂ നിന്ന് ഏറ്റവും സ്മോൾ ചെറിയ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത് പറയുന്നത്? റേഞ്ച് എന്ന് പറയുക. നെക്സ്റ്റ് ക്വാർട്ടൈൽ ഡീവിയേഷൻസ്, സ്പ്രെഡ് ഓഫ് ദി മിഡിൽ 50% ഡേറ്റ. നമ്മുടെ ഡേറ്റയുടെ 50% അല്ലെങ്കിൽ മിഡിൽ ആയിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് പോകുന്നതാണ് എന്ത് പറയുന്നത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് മീൻ ഡീവിയേഷൻ, ആവറേജ് ഓഫ് അബ്സല്യൂട്ട് ഡീവിയേഷൻ്റെ ആവറേജസ് ആണ് എന്ത് പറയുന്നത്? മീൻ ഡീവിയേഷൻ അല്ലേ? മീൻ ഡീവിയേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായി പറയാം, ഡീവിയേഷൻസിൻ്റെ ആവറേജസ് ആണ്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കാം. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെഷർ ഷോസ് ആവറേജ് സ്പ്രെഡ് അല്ലേ? നമുക്ക് മെഷർ ചെയ്യാനും വൈഡായി യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവറേജ് സ്പ്രെഡായി ഷോ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് വേരിയൻസ്, സ്ക്വയർ ഓഫ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെ നമ്മൾ എന്ത് പറയുന്നു? വേരിയൻസ് എന്നാണ് പറയുക. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ്, റിലേറ്റീവ് മെഷർ യൂസ്ഡ് ഫോർ കമ്പയറിങ് ഡേറ്റ സെറ്റ്. ഡേറ്റ സെറ്റിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റിലേറ്റീവ് മെഷറാണെന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഡേറ്റ സെറ്റുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റിലേറ്റീവായ മെഷറിനെയാണിത് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദി പർപ്പസ് ഓഫ് മെഷറിങ് വേരിയേഷൻ. വേരിയേഷൻ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ പർപ്പസ് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് ഞാൻ കോളത്തിലൂടെ 2 കോളംസത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായി പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ? നോക്കാം, 2 കോളംസ് ആണ്. ഫസ്റ്റ് കോളം പർപ്പസ്, സെക്കൻഡ് കോളം അതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അണ്ടർസ്റ്റാൻഡ് സ്പ്രെഡ് അല്ലേ? നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ് അല്ലേ? നോക്കിയേ, ഹൗ ഡേറ്റ വാല്യൂസ് ആർ സ്കാറ്റേഡ്. എങ്ങനെയാണ് നമ്മൾ ഡേറ്റകൾ എന്ത് ചെയ്യുക? ചിതറി ഷോ എങ്ങനെയാണ് ഡേറ്റകളുടെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യുക? ഷോ ചെയ്ത് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് ചെക്ക് കൺസിസ്റ്റൻസിയാണ്.
നമ്മുടെ ചെക്ക് കൺസിസ്റ്റൻസിയാണ്. യൂണിഫോമിറ്റിയുടെ ഡേറ്റകൾ എപ്പോഴും എന്താണ് യൂണിഫോമിറ്റിയിലൂടെ, അതുകൊണ്ടാണ് ചെക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അസസ് റിസ്ക് നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കുന്നു, എസ്പെഷ്യലി ഇൻ ഫിനാൻസ് ആൻഡ് ഓപ്പറേഷൻസ്. എന്താണ് അസസ് ചെയ്യാൻ സാധിക്കുക? റിസ്ക് നമുക്ക് എന്താണ്, ഒന്നുകിൽ ഫിനാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഓപ്പറേഷൻസിലൂടെ. ഇതാണ് എസ്പെഷ്യലി ആയിട്ട് നമുക്ക് വരുന്നത്. ഇതിനെയാണ് നമുക്ക് റിസ്ക് അസസ് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് കമ്പയർ ഗ്രൂപ്പുകൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈവൻ വിത്ത് സം ആവറേജസ് സെയിം ആവറേജസ് വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക? സെയിം ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് എൻഹാൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിനെ എൻഹാൻസ് ചെയ്യുന്നു. നോക്കിക്കേ, നീഡഡ് ഫോർ ഡീപ്പർ ഇൻസൈറ്റ്സ്. അവിടെ ആവശ്യങ്ങൾ എങ്ങനെയാണ്? ഡീപ്പറായി വളരെ ആഴത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് വരിക. അതുകൊണ്ട് സ്റ്റാറ്റിക് അനലൈസ് എൻഹാൻസ് എന്ന് പറയുക. എത്രയും നമ്മൾ സ്റ്റാറ്റിസ്റ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ വൈഡായിട്ടായിരിക്കും, ഡീപ്പായിട്ടായിരിക്കും അല്ലേ? അതാണ് അതിലൂടെ നമുക്ക് ഒത്തിരിയേറെ ഡീപ്പായ നീഡ്സ് ആവശ്യമുണ്ട്. ഇതാണെന്ന് പറയുന്നത് എൻഹാൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസസ് എന്ന് പറയുക. നെക്സ്റ്റ് പോയിന്റ് പ്രിവെൻറ്റ് മിസ് ഇൻ്റർപ്രിട്ടേഷൻസ്. തെറ്റ് വരാൻ സാധ്യതകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ്? ആവറേജ് മേ ഹൈഡ് വേരിയേഷൻസ് ഹൈഡായിരിക്കുന്ന ആവറേജസ് നമുക്ക് എന്ത് ചെയ്യാം? പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഗൈഡ് ഡിസിഷൻ മേക്കിങ്ങിനെ ഗൈഡ് ചെയ്യുന്നു. എങ്ങനെയാണ്? ചൂസ് സ്റ്റേബിൾ ആൻഡ് റിലയബിൾ ഓപ്ഷൻസ്. സ്റ്റേബിൾ ചൂസ് ചെയ്യാൻ ടേബിൾ ആൻഡ് റിലയബിൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്ത്? സ്റ്റേബിളായി വരുന്ന കാര്യങ്ങൾ, ഒന്നിൽ കൂടുതൽ കാര്യം, അത് നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെ റിലയബിളായ ഓപ്ഷൻസ് വരും അല്ലേ, അത് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്ത്? വേരിയേഷൻസ് മെഷർ ചെയ്യുമ്പോൾ. ക്വസ്റ്റ്യൻ 9, സ്പെസിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ? മെയിൻ ഡീവിയേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിൻ്റെ ഡിഫറൻസ് ചോദിക്കാറുണ്ട് സിസ്റ്റമാർക്ക്. നമ്മളെ 3 കോളംസിലൂടെയാണ് നിങ്ങൾക്കത് ഞാൻ വ്യക്തമാക്കി തരുന്നത്. വളരെ സിമ്പിളായിട്ട് സിസ്റ്റമാർക്ക് എങ്ങനെ സ്ക്വയർ ചെയ്യാമെന്ന് നോക്കാം. 3 കോളംസ്. ഫസ്റ്റ് കോളം ബേസസ്, സെക്കൻഡ് കോളം മെയിൻ ഡീവിയേഷൻ, തേർഡ് കോളം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ബേസസ് ഡെഫിനേഷൻ നോക്കിക്കേ. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് അബ്സല്യൂട്ട് ഡീവിയേഷൻസിൻ്റെ ആവറേജ് ആണ് ഇത് പറയുന്നത് മെയിൻ ഡീവിയേഷൻ എന്ന് പറയുക. സ്റ്റാൻഡേർഡ് ഡിവിഷനോ സ്ക്വയർ റൂട്ട് ഓഫ് ദി ആവറേജ് സ്ക്വയർഡ് ഡിവിഷൻസ്. സ്ക്വയർഡ് ഡിവിഷൻ്റെ ആവറേജസിൻ്റെ സ്ക്വയർ റൂട്ടാണെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറയുക. ഇനി സെൻട്രൽ വാല്യൂ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. സെൻട്രൽ വാല്യൂ യൂസ് ചെയ്യുന്നു. മീൻ ഡിവിഷനിൽ എന്താണ്? അരിത്തമാറ്റിക് മീനിലോ മീനിൽ നിന്നാണത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? മീൻ ഡിവിഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്താണ്? മീനിൽ മീനിൽ നിന്ന് മീൻ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സ്റ്റാൻഡേർഡ് ഡിവിഷൻ അഡോപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ഡീവിയേഷൻസ് ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ്? മീൻ ഡിവിഷനിൽ എന്നാൽ അബ്സല്യൂട്ട് വാല്യൂസ് ആയിരിക്കും അല്ലേ? ആവറേജസ് അബ്സല്യൂട്ട് വാല്യൂസ് ആയിരിക്കും. ഡീവിയേഷൻസിൻ്റെ ആവറേജസ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർഡ് വാല്യൂ ആണ്. വാല്യൂവിൻ്റെ സ്ക്വയർ ആയിരിക്കും. മീൻ ഡിവിഷനിലെ വാല്യൂയുടെ അബ്സല്യൂട്ട് ആയിരിക്കും, റിയൽ ആയിരിക്കും അല്ലേ? എന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂവിൻ്റെ സ്ക്വയർ ആയിരിക്കും. നെക്സ്റ്റ് അഫക്റ്റഡ് ബൈ ഔട്ട്ലയേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണ്? മീൻ ഡിവിഷനിൽ വളരെ കുറവായിരിക്കും അല്ലേ ഔട്ട്ലയേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നത്, എന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലും കൂടുതൽ മോറായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് യൂസ് ഇൻ അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ അഡ്വാൻസ് യൂസ് ചെയ്യുന്നു. മെയിൻ ഡിവിഷനിൽ എന്നാൽ വളരെ ലിമിറ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? എന്നാൽ സ്റ്റാൻഡേർഡ് ഡിവിഷനിൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറയാം. ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ് അല്ലേ? മെയിൻ ഡിവിഷനിലാണ് ഈസിയറാണ് അല്ലേ? എന്നാൽ സ്റ്റാൻഡേർഡ് ഡിവിഷനിലോ മോർ കോംപ്ലക്സ്, കുറച്ച് കോംപ്ലക്സ് ആണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലേ? നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്? ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് മെറിറ്റ്സും ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. ഞാൻ 2 കോളംസ് നിങ്ങൾ തീരെ എഴുതുന്ന പോലെ എഴുതി പിടിപ്പിക്കേണ്ട കാര്യമില്ല. കോളം വരച്ച് മെറിറ്റ്സ് ഒരു കോളം, ഡിമെറിറ്റ്സ് മറ്റൊരു കോളമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കിക്കേ. മെറിറ്റ്സ് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം ഡിമെറിറ്റ്സ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് കോളം പോയിന്റ് നോക്കിക്കേ. ഈസി ആൻഡ് ക്വിക്ക് ടു ഡ്രോ. ഫ്രീ ഹാൻഡ് കർവ് നമുക്ക് വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് അല്ലേ? നോക്കിക്കേ. ഡിമെറിറ്റ്സ് സബ്ജക്റ്റ് ആൻഡ് ലാക്സ് പ്രിസിഷൻസ്. മുമ്പേ നമുക്കതെന്ത് ചെയ്യാം? സബ്ജക്റ്റ് ലാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് കറക്റ്റ് ആയിരിക്കുമോ? ഇല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമ്മൾ പ്രിസിഷൻ ചെയ്തതുകൊണ്ട്
അത് സബ്ജക്റ്റ് ആൻഡ് ലാക്ക് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, ഗുഡ് ഫോർ വിഷ്വലൈസിങ് ട്രെൻഡ്. വിഷ്വലൈസ് ചെയ്യാൻ നല്ല ഗുഡായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രീക്ക് ആൻഡ് കർവ്. ഡീമൻസ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഫോർകാസ്റ്റിംഗ്. ഇത് ഫോർകാസ്റ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആയ ഒരു മെത്തേഡാണോ? അല്ല. നെക്സ്റ്റ് പോയിന്റ്, ഫ്ലെക്സിബിൾ ഫോർ റഫ് അനലൈസസ്. ഫ്ലെക്സിബിൾ, റഫ് അനലൈസ് ചെയ്യുമ്പോൾ ഫ്ലെക്സിബിൾ ആണ് അല്ലേ? എന്നാൽ നോ മാത്തമാറ്റിക്കൽ ഓർ സ്റ്റാറ്റിക്കൽ ബേസ്. മാത്തമാറ്റിക്കൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, സ്റ്റാറ്റിക്കൽ ബേസിലല്ല ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, റിക്വയർസ് നോ ടെക്നിക്കൽ സ്കില്ല് അല്ലേ? നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഡേറ്റാബേസ് ഓർ കമ്പാരിസൺസ്. നോക്കിക്കേ, റിക്വയർസ് നോ ടെക്നിക്കൽ യൂസ് അല്ലേ? ഇവിടെ നമുക്ക് എന്താണ് ഫ്രീക്ക് ആൻഡ് കർവിൽ ടെക്നിക്കൽ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കണ്ടുപിടിക്കേണ്ട, റിക്വയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഡീമറിറ്റ്സ് എന്താണെന്ന് ലാർജ് സെറ്റ് ഓഫ് ഡേറ്റയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന സൂട്ടബിൾ ഒരു മെത്തേഡ് അല്ല എന്ത്? ഫ്രീക്ക് ആൻഡ് കർവ്. 11th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്? എന്താണ്? വാട്ട് ആർ ദി മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കുക. 2 columns ആയിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് കോളം മെറിറ്റ്സ്, സെക്കൻഡ് കോളം ഡിമെറിറ്റ്സ് ഇല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ കോളം വരച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പോയിന്റ് മാത്രമേ എഴുതേണ്ടതുള്ളൂ. ഗ്രേഡ് പോയിന്റ് കൂടി മാർക്ക്, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നോക്കിക്കേ, മെറിറ്റ് ഫസ്റ്റ് കോളം ആക്യുറേറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്. വളരെ ആക്യുറേറ്റുമായിരിക്കും, പക്ഷേ എന്താണ്? ഒബ്ജക്റ്റീവ് ആണ് ലിസ്റ്റ് സ്ക്വയർ. നമ്മൾ ഇക്വേഷനൊക്കെ ചെയ്യുന്ന ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ. അതിൻ്റെ ഡിമെറിറ്റ്സ് ആണ് റിക്വയർസ് ഗുഡ് മാത്തമാറ്റിക്സ് സ്കില്ല്. ഇതെന്താണ്? നല്ലൊരു ഗുഡ് മാത്തമാറ്റിക്സ് സ്കില്ലാണ്. അത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുമോ? മാത്സ് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് മാത്തമാറ്റിക്സ് സ്കില്ല് ഗുഡ് ഒരു മാത്തമാറ്റിക്സ് സ്കില്ല് റിക്വയർ ചെയ്യുന്നുണ്ട്. അതൊരു ഡിമെറിറ്റ്സ് ആണ് നമുക്ക് പറയാൻ സാധിക്കുക. നെക്സ്റ്റ് പോയിന്റ്, മിനിമൈസസ് ദി ടോട്ടൽ. ടോട്ടൽ അറിയാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ലിസ്റ്റ് സ്ക്വയർ മെത്തേഡിലൂടെ മിനിമൈസ് ചെയ്ത് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഡിമെറിറ്റ്സിലോ അഫക്റ്റഡ് ബൈ ഔട്ട്ലൈറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ന് പറയുന്നത് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. അത് തന്നെ എൻ്റെ ഡിമെറിറ്റ്സ് പറയാൻ സാധിക്കും. നെക്സ്റ്റ്, ഗുഡ് ഫോർ ഫ്യൂച്ചർ ഫോർകാസ്റ്റ്. ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഫോർകാസ്റ്റ് നല്ലൊരു മെത്തേഡാണത് ലിസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ഇവിടെ നോക്കി, അസ്യൂംസ് എ ഫിക്സഡ് മാത്തമാറ്റിക്കൽ റിലേഷൻസ്. ഇവിടെ നമുക്ക് എന്താണ്? ഫിക്സഡ് ആയ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് റിലേഷൻസിനെ അസ്യൂം ചെയ്യുന്നതുകൊണ്ട് അത് നമുക്ക് ശരിക്കും അസ്യൂം ചെയ്യാൻ സാധിക്കുമോ? ഫിക്സഡ് ആയതുകൊണ്ട് നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, മെറിറ്റ്സിൽ നോക്കിയേ, പ്രൊവൈഡ്സ് എ യൂണിക്കാണ്, ഡബിൾ ആണ്, ദ്വിതീയമാണ് അല്ലേ? റിപ്പീറ്റബിൾ റിസൾട്ട്. ഇപ്പോൾ വന്ന റിസൾട്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റബിൾ റിസൾട്ടായിട്ട് വരുന്നു. ഡിമെറിറ്റ്സ്, ക്യാൻ ഇഗ്നോർ ഷോർട്ട് ടൈം ഡാറ്റ ഫ്ലക്ച്വേഷൻ. ഷോർട്ട് ടൈം ഡാറ്റ ഫ്ലക്ച്വേഷൻസ് ചെയ്യാൻ കഴിയുമോ എന്നാണ് നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയല്ല. നെക്സ്റ്റ് പോയിന്റ്, വർക്ക്സ് വെൽ വിത്ത് ലാർജ് ഡാറ്റാസ്. ലാർജ് ഡാറ്റ ഡേറ്റകളിൽ നമുക്ക് നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ഡിമെറിറ്റ്സ്, ടൈം കൺസ്യൂമിങ് വിത്തൗട്ട് സോഫ്റ്റ്വെയർ ടൂൾ. സോഫ്റ്റ്വെയർ അല്ലാതെ നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാൻ ടൈമിലൂടെയാണ്, ടൈം ഒത്തിരി കൺസ്യൂം ചെയ്താണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഡിമെറിറ്റ്സ്. നമുക്ക് പറയുന്നത് ഡിസഡ്വാൻറ്റേജസായിട്ട് അല്ലെങ്കിൽ ഡിമെറിറ്റ്സായി പറയാൻ സാധിക്കാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.